ഇന്ന് വ്ളോഗ് ചെയ്യാമെന്ന് ഒരു ചിന്ത തലയിൽ വന്ന് സത്യം പറഞ്ഞ ഇന്റർനെറ്റ് ലാസ്റ്റിൽ എടുക്കുന്നത് ഓൾറെഡി ഞങ്ങൾ വ്ളോഗ് എടുത്ത് തീർന്നു. സോ വെൽക്കം ബാക്ക് ടു തട്ടിമുട്ടി ഒരു വ്ളോഗ്. ഇതിനകത്ത് ഒന്നും ഇല്ല ഗൈസ്, പക്ഷെ എന്നാലും എന്താണെങ്കിലും ഇടാം. ഇന്ന് തൊട്ട് റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, ഞാൻ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് വ്ളോഗ് ഇടും, നിങ്ങൾ എന്റർടൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പ്രത്യേക ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒന്നും കാണത്തില്ല, ഞാൻ എവിടെ പോയി എന്ത് ചെയ്തു എന്ത് തിന്നു, അങ്ങനെ ഒരു നോർമൽ ഒരു ഫിൽറ്റർലെസ് മിത്താലേ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾ എന്താ ഷോർട്ട് വീഡിയോസിനെല്ലാം എങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ സപ്പോർട്ട് ചെയ്യണേ. ആൻഡ് ഗിവ് മീ സോ മച്ച് ഓഫ് ലവ്. സോ ഓക്കെ ഗൈസ്, ഇനി തൊട്ടു ഞങ്ങൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണ്, അടിച്ചു പൊളിക്കാൻ പോവാന്ന് വിചാരിക്കുന്നു, നോക്കാം. സോ വെൽക്കം ബാക്ക് ടു മിതാലി കൃഷ്ണൻ വ്ളോഗ്, വെൽക്കം ബാക്ക് ടു ചമ്മി മീഡിയ. സോ നമുക്ക് വ്ളോഗ് തുടങ്ങാം. ഓക്കെ, ഇന്ന് പ്ലാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ. അതിന് വേണ്ടിയിട്ട് എൻ്റെ അനിയത്തിക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. അത് കിട്ടത്തില്ല എന്ന് പോകുന്നത് നമുക്ക് രണ്ടുപേർക്കും അറിയാം, എന്നാലും തപ്പാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാ. സോ നോക്കാം ഞങ്ങൾ എവിടെ എല്ലാം പോവുക, എന്തെല്ലാം ഉണ്ടോന്ന്. എനിക്ക് പെർട്ടിക്കുലർ ആയിട്ട് എടുക്കാനൊന്നും പ്ലാൻ ഒന്നും ഇല്ല, ജസ്റ്റ് പോയി അനിയത്തിയ ഡ്രസ്സ് എടുക്കണോ വരണോ ഇത്രേ ഉള്ളൂ. സോ നോക്കാം നമുക്ക് എന്തെല്ലാം കിട്ടുമെന്ന് പറഞ്ഞിട്ടും. സോ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്നത് ലൈഫ് സ്റ്റൈലിലോട്ട് കുറച്ച് ഷർട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആക്ച്വലി അവിടെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ബിക്കോസ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഷർട്ട് കളക്ഷൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ പൂക്കള ഷർട്ട്, അയ്യോ ഒട്ടും കൊള്ളത്തില്ല കേസ്, ഒന്നും കൊള്ളത്തില്ല ഇവിടെ. അവിടെ നിന്ന് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വന്നത് ഒരു ഹോം ഡെക്കോർ, അയ്യോ എന്തുവാ പറയാൻ വരുന്നില്ലല്ലോ, ഹോം ഡെക്കോറിന്റെ സെക്ഷനിലോട്ടും. ഇവിടെ എനിക്ക് ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണിൽ പിടിച്ചത് ഈ പില്ലോ ആ. ഇവന് കൊള്ളത്തില്ലല്ലോ, ഇവന് മുടി കൊള്ളത്തില്ല, അവൻ കാണാനും കൊള്ളത്തില്ല. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കൊള്ളാല്ലേ. ഇതിനെക്കാട്ടും എനിക്ക് യെല്ലോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ മുടി കിടക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടാ. എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയടുത്ത് ചോദിച്ചു, അവരെനിക്ക് വഴക്ക് പറഞ്ഞിട്ട് തിരിച്ചു വിട്ട്. അന്നാലും ചോദിച്ചു കൊള്ളാമല്ലോ ഒരിട്ടം എടുക്കട്ടെ എന്ന്. വീണ്ടും കിട്ടി, അങ്ങനെ തന്നെ പോയി തിരിച്ചത് അവിടെ വെച്ച്. ബിക്കോസ് ഇത് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയി യൂസ് ചെയ്യത്തില്ല ഗൈസ്, അതാ. കോപ്പിറൈറ്റ് അടിക്കുമെന്ന് പോലും വിവരമില്ലാതെ ഞാനിവിടെ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെയാണോ എൻ്റെ കണ്ണിൽ വീണത് ഈ പില്ലോ. ഇതെന്താ അറിയോ, ഇത് മാക്സ് കൂൾ പില്ലോ എന്ന് പറഞ്ഞിട്ട്, സോറി എക്സ്ട്രാ കൂൾ പില്ലോ എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ തൊട്ടിട്ട് കാണിക്കാം. ഇങ്ങനെ ഇട്ടുകൊണ്ട് കിടന്നാൽ എന്തൊരു തണുപ്പ് അറിയോ. ഞങ്ങൾ ഈ കൂൾ ഡെറ്റോൾ സോപ്പിനകത്ത് കുളിച്ചപ്പോൾ നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ആവത്തില്ലേ, സെയിം ഒരു ഫീലാണ്. ഞാൻ ഫസ്റ്റ് ടൈം എങ്ങനത്തെ പില്ലോ കാണുന്നത് കേട്ടാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് നല്ല സോഫ്റ്റ് പില്ലോ ആയിരുന്നു, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. പക്ഷേ ഇതിനെ കാട്ടി ആ എക്സ്ട്രാ കൂൾ പില്ലോ സൂപ്പറാണ്. പിന്നെ ചുമ്മാ എങ്ങനെ ഡെക്കോർസ് നോക്കുമ്പോൾ ഞാനിവിടെ ഒരു കൃഷ്ണനെ കണ്ടു. സത്യം പറഞ്ഞാൽ ഇത് കൃഷ്ണനെ പോലെ ഇല്ല, ബുദ്ധ കാണുന്ന പോലെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഞാൻ സെൻറ്റഡ് കാൻഡിൽസ് സെക്ഷനിലൂടെ പോയതും. എനിക്കിത് ഒരുപാട് ഇഷ്ടമല്ല, പക്ഷേ ഐ ലവ് ടു. ഞാനൊരു 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ യൂസ് ചെയ്യാറൊന്നുമില്ല, അറിയാമല്ലോ, ചുമ്മാ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് പുറത്ത് വരുമ്പോഴാണ് ഞാൻ ഈ ലണ്ടൻ ബസ് കണ്ടത്. കയറണമെന്ന് വിചാരിച്ചു ഗൈസ്, പക്ഷേ എൻ്റെ വീട്ടിൽ അവർ വിട്ടില്ല, കളിയാക്കി. അവിടെ നിന്ന് തന്നെ കുറേ ദിവസം എന്തൊരു സാധനം എടുക്കണമെന്ന് പറഞ്ഞിട്ട് ബോഡി ഷോപ്പിൽ കയറി ഇറങ്ങുന്നുണ്ട്, കിട്ടുന്നില്ല. ഫൈനലി എനിക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. അതേ ഞങ്ങൾ ബോഡി ഷോപ്പ് അവർ ഷിയ ബട്ടർ ലിപ് ബാം. ആക്ച്വലി ഞാൻ ആൽമണ്ട് പിന്നെ ഷിയ ബട്ടർ 2 എടുക്കണമെന്ന് പോയത്. ഇവിടെ ആൽമണ്ട് സ്റ്റോക്കില്ലായിരുന്നു ആസ് യൂഷ്വൽ. സോ ഷിയ ബട്ടർ മാത്രമേ എടുത്തു. ഇത് എൻ്റെ സിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞത്. എനിക്ക് ഐ എം വെരി മച്ച് ഒബ്സെസ്ഡ്. ഓക്കെ, ലിപ് ബാംസിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ കുറേ എണ്ണം ഉണ്ടോ, എന്നാലും ഞാൻ ഇങ്ങനെ മേടിച്ചോണ്ടിരിക്കും. നിങ്ങൾ ആരെങ്കിലും ലിപ് ബാമിൻ്റെ ബ്രാൻഡ് ഉണ്ടെങ്കിൽ പറയണേ കേട്ടോ. സോ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ പോവാമെന്ന് വിചാരിച്ച്. പക്ഷെ എൻ്റെ വീട്ടിൽ ഇനി ഷോപ്പിംഗ് തീർന്നിട്ടില്ല ഗൈസ്. എൻ്റെ ദൈവമേ, 2-3 മണിക്കൂറായി ഇവിടെ കറങ്ങാൻ തുടങ്ങിയിട്ട്. വീണ്ടും ഞങ്ങൾ എവിടെ ഉണ്ടായിരുന്നു അവിടെ തന്നെ കറങ്ങി വന്നു ഹോം സെൻറ്ററിലോട്ടും. ബിക്കോസ് ഞങ്ങൾ ഒരു ഷർട്ട് നോക്കി വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് വീണ്ടും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അകത്തെ കയറിയത്. പക്ഷെ അകത്തെ കയറിയ ശേഷം വീണ്ടും ഞങ്ങളെ മൈൻഡ് മാറി അത് എടുത്തിട്ടില്ല. എനിക്ക് വയ്യ. ടോട്ടലി ഞങ്ങൾ ഇന്ന് മോളിൽ ഒരു പണിയില്ലാത്ത കറങ്ങിക്കൊണ്ടിരിക്കുക ഗൈസ്. എനിക്ക് പണിയുണ്ടായിരുന്നു, പക്ഷെ എന്നാലും കറങ്ങിക്കൊണ്ടിരിക്കുക ചുമ്മാ. അവിടുന്ന് സ്ട്രേറ്റ് ആയിട്ട് ഞങ്ങൾ പോയത് ഡിമോസ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇത് സോച്ചെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്. അകത്ത് കയറിയിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇത് ആ കടയല്ല എന്ന് പറഞ്ഞിട്ട്. കുറച്ച് ടോപ്സ് നോക്കി. എനിക്കറിയത്തില്ല, ഞാൻ പേഴ്സണലി ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, സോ ഞാൻ ഷോപ്പിൽ എടുക്കുന്നത് വളരെ കുറവാണ്, അതിനാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എനിക്കറിയത്തില്ല. കുറേ എണ്ണം നോക്കി, സോച്ചിൽ കയറി നോക്കി, പിന്നെ അവിടെ കയറി നോക്കി, എവിടെ നോക്കിയാലും എനിക്ക് ഒരു ആ ക്ലോത്ത് സാറ്റിസ്ഫാക്ഷനോ സെൽഫ് സാറ്റിസ്ഫാക്ഷനോ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് മാളിലുള്ള എല്ലാ കടയിലും കയറി ഇറങ്ങി. ഒരു മിനിറ്റ്,
മോളിലുള്ള എല്ലാ കടയിലും കയറി ഇറങ്ങിയിട്ട് ഫൈനലി നമുക്ക് ഡ്രസ്സസ് കിട്ടിയില്ല. തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അതിനിടയ്ക്ക് എന്തെങ്കിലും പുറത്ത് വന്നില്ല, ഒന്നും കഴിക്കാതിരുന്ന ഭയങ്കര മോശമല്ലേ. സോ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. സോ ലാസ്റ്റ് പ്രാവശ്യം ഞാൻ ഒരു പ്ലേസിൽ എഗ് റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയണോ, എന്താ അറിയോ, അവിടെ സോസ് ഇടത്തില്ല, ടേസ്റ്റിംഗ് പൗഡർ ഇടത്തില്ല, വീട്ടിലുണ്ടാക്കത്തില്ലേ അതേപോലെ നോർമലായിട്ട് അവർ ചെയ്യുന്നത്. പക്ഷെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയോ. ഇന്നലെ കഴിക്കാൻ പോയി, എനിക്ക് കിട്ടിയില്ല. സോ ഇന്നെങ്കിലും കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് കുറച്ച് പെട്ടെന്ന് പോകുന്നു. ഇന്നലെ ഞങ്ങൾ പോകുമ്പോൾ 11 മണിയായിരുന്നു. ഇന്ന് ഞങ്ങൾ 8:30 തന്നെ പോകുന്നു. ഐ ഹോപ്പ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കിട്ടിയാൽ ഞാൻ കാണിച്ചു തരാം. അടിപൊളി എഗ് റൈസ് ആയിരുന്നു. എനിക്ക് ഇന്ന് കഴിക്കണം, പോയി അവിടെ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പ്ലാൻ എന്തുവാന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല, എന്നങ്ങനെ പറയാം. സോ ഞങ്ങൾ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ടോ. ഇതാ ഞാൻ പറഞ്ഞ എഗ് റൈസ് ഗൈസ്. ഐ എം സോ എക്സൈറ്റഡ്. ഇനി ഐ ആം ബേസിക്കലി ഫുഡി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. അത് റോഡ് സൈഡ് ഫുഡെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് കേട്ടോ. എഗ് റൈസ് വന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടോ എന്ന് എനിക്കറിയോ. ടേസ്റ്റ് മാത്രമാണ് ഗൈസ് നെക്സ്റ്റ് ലെവൽ. ഞാൻ വെറുതെ പറയുന്നില്ല, സത്യം പറഞ്ഞാൽ കൊള്ളായിരുന്നു. പക്ഷേ ഇവിടെ ഉള്ളി തരുന്നില്ല എത്ര ചോദിച്ചാൽ. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ബ്രെഡ് ഓംലെറ്റ് ഓക്കെ. പിന്നെ ഇത് ചിക്കൻ പീസ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്തതും. പിന്നെ ഞങ്ങൾ നീർദോശ എടുത്തു. ഇത് നിങ്ങൾക്ക് അറിയോ ഇല്ലോ എനിക്കറിയത്തില്ല. ഇവിടെ കർണാടകയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം. ഇതിൻ്റെ കൂടെ ചിക്കൻ കറി, ഫിഷ് കറി, പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ കണവ എടുത്തത്. കണവ അല്ലേ, സ്ക്വിഡ്, അതെടുത്തതും. പക്ഷേ മീൻ കറി, ചിക്കൻ കറിയുടെ കൂടെ പൊളിയായിരിക്കും ഇത് കഴിക്കാൻ. നിങ്ങൾ ഒട്ടും ട്രൈ ചെയ്തു. സോ ഫൈനലി ലെഗ് പീസ് ഇതെല്ലാം എടുത്ത് ടേസ്റ്റ് ചെയ്തു. ബിക്കോസ് ഇവിടെ ഞാൻ സ്ക്വിഡ് ടേസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, എങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടു. ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. കേരളത്തിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല, പക്ഷെ കൊള്ളാം. പിന്നെ കേരളത്തിൽ നിങ്ങൾ കഴിക്കത്തില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നമുക്കൊരു ശീലമുണ്ട്, നോൺ വെജ് കഴിച്ചപ്പോൾ ഒരു സ്വീറ്റ് ബീഡ കഴിക്കണം. നല്ല രസമാണ് സ്വീറ്റ് പാന്. സോ അതിൻ്റെ കടയിലോട്ട് വന്ന് ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിസ്ത, ചോക്ലേറ്റ്, ഡ്രൈ ഫ്രൂട്ട് സ്വീറ്റ് പാനല്ല. ഞാൻ ഒരു മാംഗോ എടുത്തു. എൻ്റെ ഒരു ഫ്രണ്ട് മാംഗോ എടുത്തത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും. സോ ഞാൻ കുറച്ച് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടോ. എന്താണെങ്കിലും ഇപ്പോൾ കഴിക്കാം. എൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്പം അറിയാം. കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടില്ല മാംഗോ ഫ്ലേവർ. എനിക്ക് മാംഗോ ഇഷ്ടമാണ് ഇത്, പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ ഫേവറേറ്റ് സ്വീറ്റ് പാൻ ഇത് മലായി ബീഡ. ആക്ച്വലി മുകളിലൊരു ചരിയിട്ടിട്ട് തരും. കൊള്ളായിരുന്നു. എനിക്ക് ഒരുപാടായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ സ്വീറ്റ് പാൻ. ഞാൻ ചിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇത്ര വലിയ പാൻ എൻ്റെ വായൻ്റെ അകത്ത് കയറത്തില്ല ഗൈസ്. യൂഷ്വലി ഇത്ര വലിയ പാൻ ആരും ഉണ്ടാക്കത്തില്ല. പക്ഷെ ഇവിടെ എനിക്ക് ഇത്ര വലിയത് കിട്ടിയത്, അതിനെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കാം. പിന്നെ വീട്ടിൽ എന്താ സിസ്റ്ററിന് എന്താ അങ്കിളിനെല്ലാം വെറുപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഏറ്റവും മോശം ടേസ്റ്റുള്ള ഒരു 4 പാൻ ഞങ്ങൾ പാർസൽ പാൻ എടുത്തിട്ടുണ്ട്. എക്സ്പെരിമെന്റ് ചെയ്യാൻ കഴിച്ചിട്ട് നാളെ ആരും ജീവിച്ചിരിക്കുക, ആരും ചത്തു പോകാൻ എന്തായാലും വീട്ടിലോട്ട് പോയിട്ട് നോക്കാം. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാലോ എന്ത് ചെയ്യണം. ഒന്ന് ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്ത്, subscribe ചെയ്ത്, and also don't forget to press on the bell icon so that you'll get notified whenever we'll upload a new videos. Thank you for watching guys. Love you all. Mwah.